ഇന്ന് പാലക്കിന്റെ കഥയായാലോ? തിരക്കേറിയ പച്ചക്കറിക്കട. എല്ലാവരും ക്യാരറ്റും തക്കാളിയും ഉരുളക്കിഴങ്ങും വാങ്ങുകയാണ്. എന്നാൽ ഒരു മൂലയിൽ കിടന്നിരുന്ന പാലക്കിലെ ആരും ശ്രദ്ധിച്ചില്ല. പാലക്കൊരു ദീർഘനിശ്വാസം വിട്ടു. "ഞാൻ ഇത്ര മോശമാണോ?" അപ്പോൾ അടുത്തിരുന്നൊരു ചെറിയ കുട്ടി അമ്മയോട് ചോദിച്ചു. "അമ്മ, ഈ പച്ച ഇല എന്താണ്?" അമ്മ ഒന്ന് നോക്കി പറഞ്ഞു. "അത് പാലക്കാണ്." "വേണ്ട മോളെ, മറ്റെന്തെങ്കിലും നമുക്ക് വാങ്ങാം." ആ വാക്കുകൾ കേട്ടപ്പോൾ പാലക്കിന്റെ ഹൃദയം തകർന്നു. അപ്പോഴാണ് കടയുടെ വാതിൽക്കൽ നിന്നൊരു പ്രായമായ കർഷകൻ അകത്തേക്ക് വന്നത്. അയാൾ പാലക്കിനെ കയ്യിലെടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു, "വിഷമിക്കേണ്ട, നിന്റെ യഥാർത്ഥ കഥ ഇവർക്കറിയില്ലല്ലോ." പാലക്ക് അത്ഭുതത്തോടെ ചോദിച്ചു, "എന്ത് കഥയോ? എന്റെ കഥയോ?" കർഷകൻ തലകുലുക്കി. "അതെ അതെ, നിന്റെ യാത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയത്." അങ്ങനെ പാലക്ക് തന്റെ ഓർമ്മകളിലേക്ക് മടങ്ങി. ദൂരദേശങ്ങളിലെ പച്ചപ്പറന്ന വയലുകളിൽ ഒരു ചെറിയ വിത്തായി ഞാൻ ജനിച്ചു. മഴ എന്നെ നനച്ചു, സൂര്യൻ എന്നെ വളർത്തി, കാറ്റ് എന്നെ തഴുകി. കാലം കടന്നുപോയി. വ്യാപാരികൾ എന്നെ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയി. ഒടുവിൽ ഇന്ത്യയിലെത്തി. ഇന്ത്യ എന്നെ ഹൃദയം തുറന്ന് സ്വീകരിച്ചു. ഗ്രാമങ്ങളിലെ ചെറിയ വീടുകളിലും രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലും അടുക്കളകളിലും ഞാൻ ഒരുപോലെ എത്തി. കാലം മാറി. പുതിയ പച്ചക്കറികൾ വന്നു, നിറമുള്ള പഴങ്ങൾ വന്നു. ആളുകൾ എന്നെ പതിയെ മറക്കാൻ തുടങ്ങി. പക്ഷെ പ്രകൃതി എന്നെ മറന്നില്ല. എൻ്റെ ഓരോ ഇലയിലും പ്രകൃതി ഒളിപ്പിച്ചത് ആരോഗ്യത്തിന്റെ വിലപ്പെട്ട സമ്മാനങ്ങളായിരുന്നു. വിറ്റാമിൻ, ധാതുക്കൾ, നാരുകൾ, ശരീരത്തെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ. അവ ഒന്നും പുറമേ നിന്ന് കാണാനാകില്ല. ഒരു ദിവസം ഗുരുതരമായി അസുഖം വന്ന ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു, "നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഇലക്കറികൾ ചേർക്കൂ, പ്രത്യേകിച്ച് പാലക്ക്." അന്ന് മുതൽ ആ മനുഷ്യന്റെ ജീവിതശൈലി മാറി. അവൻ പാലക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി. പതിയെ ആരോഗ്യവും മെച്ചപ്പെട്ടു. ഇത് കണ്ട അയൽവാസികളും പാലക്ക് വാങ്ങാൻ തുടങ്ങി. പച്ചക്കറി കടയിൽ വീണ്ടും ആളുകൾ പാലക്ക് മുന്നിൽ തന്നെ നിന്നു. അപ്പോൾ ക്യാരറ്റ് പുഞ്ചിരിച്ചു പറഞ്ഞു, "സുഹൃത്തേ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു." തക്കാളിയും പറഞ്ഞു, "പുറമേ സാധാരണയായി തോന്നിയാലും നിന്റെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട്." പാലക്ക് ചിരിച്ചു, "ഞാൻ ആരെയും തോൽപ്പിക്കാൻ വന്നതല്ല, എല്ലാവരുടെയും ആരോഗ്യത്തിന് കൂട്ടായിരിക്കാനാണ് വന്നത്." അത് കേട്ട് കർഷകൻ കുട്ടികളോട് പറഞ്ഞു, "മക്കളെ, ജീവിതത്തിൽ പുറം ഭംഗി നോക്കി ആരെയും വിലയിരുത്തരുത്. ചിലപ്പോൾ ഏറ്റവും വലിയ വിലയുള്ളത് ഏറ്റവും ലളിതമായ രൂപത്തിലായിരിക്കും." ആ ദിവസത്തിന് ശേഷം ആ ചെറിയ കുട്ടി എല്ലാ ആഴ്ചയും അമ്മയോട് ഒരു കാര്യം മാത്രം ചോദിക്കും, "അമ്മേ, പാലൊക്കെ വാങ്ങാൻ മറക്കല്ലേ." ഒരു ചെറിയ പച്ചയില ലോകത്തോട് പറഞ്ഞ വലിയ സത്യം ഇതാണ്: യഥാർത്ഥ വില പുറത്തുള്ള നിറത്തിലല്ല, ഉള്ളിലെ ഗുണത്തിലാണ്. അതിനാൽ അടുത്ത തവണ പാലക്ക് കാണുമ്പോൾ അത് വെറുമൊരു ഇലയല്ലെന്ന് ഓർക്കൂ. അപ്പോൾ അത് ചരിത്രവും ആരോഗ്യവും പ്രകൃതി സ്നേഹവും ചേർന്ന ഒരു പച്ച അത്ഭുതമാണ് എന്ന് ഓർക്കുക. അങ്ങനെ എല്ലാവരും പാലക്ക് അവനവന്റെ ജീവിതത്തിൽ എന്നും ഉപയോഗിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഓർക്കേണ്ടതാണ്, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും വളരെ സാധാരണ രൂപത്തിലാണ്. കുട്ടികളും വലിയവരും എല്ലാം ഓർക്കേണ്ടതാണ്. വരുന്ന ഒരു ചെറിയ പാലക്കില പോലും നമ്മെ അത് പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പാലക്ക് കഴിക്കണം. കുട്ടികൾ അല്ല, മുതിർന്നവരും ഒക്കെ പാലക്ക് കഴിക്കുന്നത് നല്ലതാണ്. നല്ല നല്ല വിറ്റാമിനുകളൊക്കെ അടങ്ങിയതാണ് പാലക്കില. പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കലവറയായ പാലക്ക് ചീര ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ, വിളർച്ച തടയാൻ, എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ, കണ്ണിന്റെ ആരോഗ്യശക്തി കൂട്ടാൻ എന്നിവയ്ക്കെല്ലാം ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മികച്ചതാണ്. രക്തക്കുറവ്, ഇരുമ്പിന്റെ നല്ലൊരു ഉറവിടമാണ് പാലക് ചീര. ഇത് ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വിളർച്ചയെ തടയാനും സഹായിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ലൂട്ടിൻ ഉള്ളതുകൊണ്ട് കണ്ണ് എന്നീ ആന്റി ഓക്സിഡന്റുകൾ പാലക്ക് ചീരയിൽ ധാരാളം ഉള്ളതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു. ചർമ്മത്തിന്റെ തിളക്കത്തിന്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ പാലക് ചീര ഉൾപ്പെടുത്തി ഇലക്കറികൾ കൃത്യമായി പാകം ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്.